എൻ്റെ വീട്ടിലെ പ്ലാവാണ് ഇത്. അപ്പോൾ ഇത് 3-ാം വർഷം പൂവിട്ടിരിക്കുകയാണ്. ഷഹനാസ് റിയൽ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീടെന്ന് പറയുന്ന 6 സെൻറ്റിനകത്ത് ഇരിക്കുന്ന വീടാണ്. അതിൻ്റെ 4 ചുറ്റുമുള്ള സ്ഥലത്താണ് ഞാൻ ഇതുപോലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് നിശ്ചിത ഡിസ്റ്റൻസ് ഒന്നും കീപ്പ് ചെയ്യാതെയാണ് ഞാൻ എനിക്കിഷ്ടമുള്ള പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുള്ളത്. അതിൽ പ്ലാവുണ്ട്, മാവുണ്ട്, ആത്തയുണ്ട്, പിന്നെ സപ്പോട്ടയുണ്ട്, പിന്നെ എന്താ പറയുക, ഇപ്പോഴത്തെ പുതിയ പ്ലാന്റ്സുകളായ അബിയു വെച്ചിട്ടുണ്ട്, മിൽക്ക് ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വെച്ച കൂട്ടത്തിൽ വെച്ച പ്ലാവാണിത്. അപ്പോൾ എൻ്റെ വീട് പണിയാൻ തുടങ്ങിയിട്ട് 5 വർഷവും പൂർത്തിയായിട്ട് 3 വർഷമാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് തിരുവനന്തപുരത്ത് ഒരു വലിയ നഴ്സറിയിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ മേടിക്കുമ്പോൾ ചക്കകളുടെ പ്ലാവിൻ തൈകളുടെ കൂട്ടത്തിൽ തേൻവരിക്ക J33, തായ് റെഡ്, തായ് യെല്ലോ, പിന്നെ ഗംലസ്, ഇങ്ങനെ കുറേ പുതിയ ഇനം പ്ലാവിൻ തൈകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനകത്തപ്പോൾ എല്ലാം ഹൈബ്രിഡാണ്. അപ്പോൾ ഞാനിങ്ങനെ അയാളോട് ചോദിച്ചു, ഇത് എത്ര നാൾ കൊണ്ട് കായ്ക്കുമെന്ന് ചോദിച്ചു. പറഞ്ഞു 1.5 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു തേൻവരിക്ക തന്നെ സെലക്ട് ചെയ്തു വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും അത് വീണ്ടും ഒരു 4-5 മാസം കവറിൽ തന്നെ ഇരിക്കേണ്ട ഗതികേട് വന്നു. കാരണം എൻ്റെ മതിൽ കെട്ടാത്തത് കൊണ്ട് എവിടെ വെക്കണമെന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ആദ്യമേ വെച്ചാൽ മതിലിന് തടസ്സമാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരുന്നു. മതിൽ പൂർത്തിയായതിനു ശേഷം ഞാനൊരു മൂലയ്ക്ക്, എൻ്റെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് അതിൻ്റെ സ്ഥാനം നോക്കിയിട്ട് വെച്ച പ്ലാവാണിത്. അപ്പോൾ 3 വർഷം ഏകദേശമായപ്പോൾ കഴിഞ്ഞ സീസണിൽ, ഇപ്പോൾ ചക്ക ഉണ്ടായ സീസണിൽ 3 വർഷം ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതാദ്യമായിട്ട് ഇതിൽ ഇങ്ങനെ ഒരുപാട് സ്പൈക്സ് ഉണ്ടായി. എനിക്ക് തോന്നുന്നു ഒരു 1076, ഞാൻ അത്രയും എണ്ണിയായിരുന്നു. ചെറിയ സ്പൈക്കായിരുന്നു. അപ്പോൾ 1076 സ്പൈക്ക് ഇങ്ങനെ പിടിച്ചു. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ട് പിടിക്കുന്ന പ്ലാവിൽ അധികമുണ്ടാകുക, ചക്ക പിടിക്കുകയാണെങ്കിൽ തന്നെയും അധികമുണ്ടാകുക മെയിൽ സ്പൈക്സുകളായിരിക്കും. അപ്പം ആൺപൂക്കളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതായിരിക്കുമെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് പിടിച്ചതിൽ പകുതിയിലേറെ മെയിൽ പൂക്കളായിരുന്നു. അപ്പോൾ സ്പൈക്സ് ആയിരുന്നു, അത് പൊഴിഞ്ഞു പോയി. പക്ഷേ അപ്പോൾ അതിൻ്റെ ആ മെയിൽ സ്പൈക്സിൻ്റെ ആവശ്യം എന്തായാലും പ്ലാവിനുണ്ട്. പോളിനേഷൻ നടത്തണമെങ്കിൽ ഇവ വേണം. അപ്പോൾ ഇതിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷം ഇവ പൊഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഈ ആദ്യമായിട്ട് പിടിക്കുമ്പം സാധാരണഗതിയിൽ പ്ലാവിൽ ആദ്യമായിട്ട് ചക്ക പിടിക്കുമ്പോൾ 1 or 2 ഒക്കെ ഉണ്ടാവാറാണ് പതിവെന്നാണ് എന്നോട് പലരും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ളത്. സെക്കൻഡ് ഇയറും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ 1 ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ ആയിരിക്കും. തേർഡ് ഇയർ മുതലാണ് പ്ലാവുകളിലൊക്കെ ധാരാളം സ്പൈക്സ് ഉണ്ടാവുന്നതും ചക്ക ഉണ്ടാവുന്നതെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൽ സ്പൈക്കിനെയും ഫീമെയിൽ സ്പൈക്കിനെയും നമുക്ക് തിരിച്ചറിയാനും പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞാൽ, മെയിൽ സ്പൈക്ക് തിന്നായിട്ടുള്ളൊരു കളയാണ്. അതിൻ്റെ സ്പൈക്ക് എന്ന് പറയുന്നത് വളരെ തിന്നായിരിക്കും. അതുപോലെ തന്നെ മുകളിലേക്ക് വിരിഞ്ഞു വരുന്ന അതുപോലെ തന്നെ നിന്നിട്ട് അത് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് ഫീമെയിൽ സ്പൈക്ക് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റെമ്മ് നല്ല തിക്കായിരിക്കും. അതുപോലെ അതിൻ്റെ സ്പൈക്ക് വളർന്നിങ്ങനെ വരുമ്പോൾ തന്നെ താഴേക്കാണ് വരിക. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ മെയിൽ അതിൻ്റെ സ്പൈക്കിൻ്റെ പുറത്തിങ്ങനെ നമ്മൾ തൊട്ട് നോക്കിയാൽ ഒരു നല്ല പോളിഷ് പോലിരിക്കും. അതിൻ്റെ പൂമ്പൊടിയാണ്, പരാഗണം നടത്തുന്നത് അതാണ്. ഫീമെയിൽ സ്പൈക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ ഇങ്ങനെ കുനുകുനുകുനുകുനുകുനുകുനേന്ന് ഒരു 1000 ഫ്ലവേഴ്സെങ്കിലും അതിനകത്തുണ്ടാവും. അപ്പം ഇത് തമ്മിലാണ് പോളിനേഷൻ നടക്കുന്നത്. ആദ്യമായി കായ്ക്കുന്ന പ്ലാവിൽ ഇത്രയും ചക്ക കണ്ടിട്ട് ചിലർ കാണാൻ വന്നു. എൻ്റെ പണിക്കാരും അല്ലാത്ത അപ്പുറവും ഇപ്പുറമൊക്കെ ഉള്ള ചിലർ കാണാൻ വന്നിട്ട് പറഞ്ഞു, ആദ്യമായിട്ട് ഇത്രയും കായ്ക്കുന്ന ഇത് കായായിട്ട് കിട്ടത്തില്ല, ഒരു കാര്യം ചെയ്യണം, ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറേയൊക്കെ പറിച്ച് കളയണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് അങ്ങനെ ചെയ്തില്ല. അതായത് ആൺസ്പൈക്ക് കൊഴിഞ്ഞു പോകുമ്പോൾ ഇതിന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുകയും ചക്ക വലുതാവുകയും എന്നാണ് വിചാരിച്ചത്. പക്ഷേ
ആദ്യമായി കായ്ച്ചത് കൊണ്ടാവാം ചക്കയുടെ വലിപ്പം തീരെ കുറവാണ്, ചെറിയ ചക്കയാണ്. ഒരു വലിയ തേങ്ങയുടെ അത്രയുമേ ചക്കയുള്ളൂ. പിന്നെ ഇതിനെന്താണ് വളം കൊടുത്തതെന്ന് അവരൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിതിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തില്ല. അപ്പോൾ എൻ്റെ മതിൽ പണി കഴിയാത്തത് കൊണ്ട് മണ്ണ് കുറച്ച് കിടന്നതായിരുന്നത് കൊണ്ട് താന്ന് കിടന്ന സമയത്താണ് മണ്ണ് പൊങ്ങിക്കിടന്ന സമയത്തല്ല, താഴ്ന്ന് കിടന്ന സമയത്താണ് ഞാൻ ഈ പ്ലാവ് നടുന്നത്. അപ്പോൾ 2 അടി താഴ്ത്തിയിട്ട് ഞാൻ ചാണകപ്പൊടി, എല്ലും പൊടി, അതുപോലെ സാഫ്, ഒരു ഫംഗിസൈഡ് സാഫ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ, പിന്നെ കുറേ ചപ്പും ചവറും കരിയിലായിട്ടൊക്കെ ഇട്ടിട്ടാണ് മണ്ണിട്ട് മൂടിയിട്ടാണ് ഞാനിത് നട്ടുവെച്ചത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ നല്ല ചെറിയ ശിഖരമായിട്ട് കമ്പ് പോലെ ഇങ്ങനെ വളർന്നു വന്നു. പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കുന്ന് ചെറിയ ബ്രാഞ്ചസൊക്കെ വന്നത് മൂട്ടിൽ നിന്ന് മുകളിലേക്കൊരു 10 അടി ഉയരത്തിൽ ഞാൻ എല്ലാം മുറിച്ച് കളഞ്ഞു. അപ്പോൾ മുറിച്ച് കളഞ്ഞപ്പോൾ സൺലൈറ്റ് ശരിക്കും ഇതിന് ആ തടിയിലേക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് പൂത്ത പ്ലാവിലിങ്ങനെ കായ്ച്ചത്. ഇതാണ് ഞാൻ ചെയ്തത്. അപ്പം ഇപ്പം ഇത് നിൽക്കുന്നത് 4 അടി കുഴിയിലേക്കാണ് ഇതിൻ്റെ വേര് നിൽക്കുന്നത്. 2 അടി നേരത്തെ ഉണ്ടായിരുന്നതും പിന്നെ ഈ കാണുന്നത് പോലെ നേരത്തെ ഉണ്ടത് ഈ ചെറിയ ഭിത്തിയുടെ താഴെ കാണുന്ന ആ ലെവലിലാണ് ആ പ്ലാവ് നട്ടിരിക്കുന്നത്. പിന്നെ അതിങ്ങനെ വളച്ച് തിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് മണ്ണിട്ട് നിറച്ചൊരു 2 അടി 1.5 2 അടി മേളിലേക്ക് കുറച്ചുകൂടി മണ്ണ് വന്നിട്ടുണ്ട്. പിന്നീടുള്ള ഒരു അത്ഭുതം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് 1.5 മാസം കഴിയുമ്പോൾ തന്നെ വീണ്ടും സ്പൈക്കുകൾ ഉണ്ടാകുന്നത് കണ്ടപ്പം എനിക്ക് അതിശയം വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് തേൻവരിക്കയാണോ എന്നുള്ളൊരു സംശയം വന്നു. വിയറ്റ്നാം സൂപ്പർ ഏർലി ആണോ, തായ് റെഡാണോ എന്നൊക്കെ ഒരു സംശയം വന്നത് അതുകൊണ്ടാണ്. കാരണം ഇതിപ്പോൾ എനിക്ക് ആൾ ടൈം ചക്ക കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ കിട്ടുവാണെങ്കിൽ അങ്ങനെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2 മാസം വിടുന്ന ഇടവേളകളിൽ എനിക്ക് ചക്ക കിട്ടിക്കൊണ്ടിരുന്ന അത്രയും സന്തോഷമായിരിക്കും. പിന്നെ ഞാനെല്ലാ ചക്കയും എൻ്റെ ബന്ധുക്കൾക്ക് എൻ്റെ ആവശ്യത്തിന് എടുത്തിട്ട് ചെറുതാണെങ്കിൽ കൂടിയും എൻ്റെ പരിസരക്കാർക്കും എൻ്റെ ബന്ധുക്കൾക്കും കൊടുക്കുകയാണ് ചെയ്തത്. ഈ പ്ലാവ് ഞാൻ വിയറ്റ്നാം ഏർലിയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണമെന്ന് പറഞ്ഞാൽ വിയറ്റ്നാം ഏർലിയാണ് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും തേൻവരിക്ക അല്ല എങ്കിൽ പോലും എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ചക്ക കഴിക്കാമല്ലോ. എന്തായാലും സെക്കൻഡ് ടൈമിൽ പിടിക്കുമ്പോൾ അധികം പിടിക്കില്ല, സീസൺ അല്ലാത്ത സമയത്ത് പിടിക്കുമ്പോൾ അധികം പിടിക്കില്ല എന്നാണ് എനിക്ക് അറിവ് കിട്ടിയത്. സീസൺ ആകുമ്പോൾ ഇത് നിറയെ പിടിക്കുകയും ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ നിറയെ പിടിക്കുന്ന ടൈമിലാണ് അത് ആദ്യമായി കായ്ച്ചത്. അപ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തതും പൂവിട്ടു എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് വിയറ്റ്നാം ഏർലി തന്നെയാണ്, തേൻവരിക്കയല്ല. എന്തായാലും ഞാൻ തേൻവരിക്ക ഒരെണ്ണം വാങ്ങിച്ച് പിന്നീട് വെക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ സന്തോഷമുണ്ട്. ഞാൻ ഈ പ്ലാന്റിനെ പരിപാലിച്ചത് ഒന്നുകൂടി പറയുകയാണ്. 2 അടി താഴ്ചയിൽ കുഴിയെടുത്ത് അതിൽ ചാണകപ്പൊടിയും അല്പം കുമ്മായവും പിന്നെ ഉണക്കയിലയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ടിരുന്നിട്ട് പിന്നെ ഒരു ഫംഗിസൈഡ് സാഫും കൂടി കുറച്ചിട്ട് മണ്ണിൽ കുറച്ച് സൂക്ഷ്മജീവികളൊക്കെ കാണുമല്ലോ, അതൊക്കെ നശിക്കാൻ വേണ്ടിയിട്ട് അത് ഇട്ടിട്ടാണ് ഞാൻ നട്ടിട്ടുള്ളത്. പിന്നെ പ്രൂൺ ചെയ്യുന്നതാണ് പ്രധാനം. 10 അടിക്ക് താഴെ വെച്ച് വെയിൽ തടിക്ക് കൊള്ളുന്നത് മാതിരി പ്രൂൺ ചെയ്യണം. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.